ഈ അടുത്ത കാലത്ത് എറണാകുളം ജില്ലയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ MDMA വേട്ടയാണ്. 94 ഗ്രാം MDMA ആണ് ഇന്നലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ക്യൂൻ ഇൻ എന്നൊരു ഹോട്ടലിലെ മുറിയിൽ നിന്ന് നമുക്ക് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി. എറണാകുളം റേഞ്ച് ഇൻസ്പെക്ടർ അഭിരാജിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കണ്ടുപിടിച്ചത്. ആ കേസിൽ 2 പേരെ പ്രതികളായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുഹമ്മദ് ഷാഫി 29 വയസ്സ്, കാർത്തികപ്പള്ളി ആലപ്പുഴ സ്വദേശിയാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വനിതാ സുഹൃത്ത്, പെൺസുഹൃത്തായിട്ടുള്ള സരിത 39 വയസ്സ്, അമ്പലപ്പുഴ ആലപ്പുഴ സ്വദേശിയാണ്. എറണാകുളം എക്സൈസ് ഡിവിഷൻ ഈ ജൂലൈ മാസം 1 മുതൽ ഇന്നലെ 29 വരെയുള്ള തീയതികളിൽ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് 874 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഈ മാസം എക്സൈസ് വകുപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ 120 അബ്കാരി കേസുകളും 144 മയക്കുമരുന്ന് കേസുകളും 610 പുകയിലയുമായി ബന്ധപ്പെട്ട കോട്ട്പ കേസുകളുമാണ്. അതിൽ തന്നെ ഇന്നലെ കണ്ടുപിടിച്ച MDMA എന്ന് പറയുന്ന ഒരു വലിയ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ്, MDMA 1/2 ഗ്രാം വരെ കൈവശം വെച്ചാൽ അത് സ്മാൾ ക്വാണ്ടിറ്റിയും 1 വർഷവും 10,000 രൂപയും, 1/2 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കൈവശം വയ്ക്കുന്ന ആളുകൾക്ക് നിയമം 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും, 10 ഗ്രാമിൽ കൂടിയാൽ 20 വർഷവും 2 ലക്ഷം രൂപ പിഴയുമാണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ അതിന് കൂട്ടി നിൽക്കുക, കൂടെ പോവുക, ഗൂഢാലോചന ചെയ്യുക, സഹായിക്കുക, സാമ്പത്തിക സഹായം ചെയ്യുക എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് NDPS നിയമം സെക്ഷൻ 20 പ്രകാരം വേറൊരു 20 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ കണ്ടുപിടിച്ച MDMA കേസിൽ പരമാവധി ശിക്ഷ 40 വർഷമാണ്. ആ 2 സെക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഈ അടുത്ത കാലത്ത് എറണാകുളം ജില്ലയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ MDMA വേട്ടയാണ്. 94 ഗ്രാം MDMA ആണ് ഇന്നലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ക്യൂൻ ഇൻ എന്നൊരു ഹോട്ടലിലെ മുറിയിൽ നിന്ന് നമുക്ക് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി. എറണാകുളം റേഞ്ച് ഇൻസ്പെക്ടർ അഭിരാജിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കണ്ടുപിടിച്ചത്. ആ കേസിൽ 2 പേരെ പ്രതികളായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുഹമ്മദ് ഷാഫി 29 വയസ്സ്, കാർത്തികപ്പള്ളി ആലപ്പുഴ സ്വദേശിയാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വനിതാ സുഹൃത്ത്, പെൺസുഹൃത്തായിട്ടുള്ള സരിത 39 വയസ്സ്, അമ്പലപ്പുഴ ആലപ്പുഴ സ്വദേശിയാണ്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ഈ MDMA വാങ്ങി തലശ്ശേരി വഴി കൊച്ചിയിൽ എത്താനുള്ളതായിരുന്നു അവരുടെ പരിപാടി. കണ്ണൂർ ഇരിട്ടിയിൽ വെച്ച് ചെക്കിംഗ് ഉണ്ടായപ്പോൾ ഈ സരിത അവിടെ നിന്ന് ബസ് ഇറങ്ങി കോഴിക്കോട് എത്തി. കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ മാർഗം കൊച്ചി എത്തി. ഇവർ ഒരുമിച്ച് റൂമിൽ വെച്ച് കൈകാര്യം ചെയ്ത് ഷെയർ ചെയ്ത് ഒരു ഭാഗം ആലപ്പുഴയിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് ഈ സരിത കൊണ്ടുപോവുകയും അവർ കൊണ്ട് സൂക്ഷിച്ച വീട്ടിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്നാണ് 65 ഗ്രാം എറണാകുളത്ത് നിന്നും 28 ഗ്രാം ആലപ്പുഴയിൽ നിന്നുമാണ് നമ്മൾ ഈ കേസിൽ MDMA 94 ഗ്രാം 2 ഇടത്തു നിന്നായിട്ടാണ് റിക്കവർ ചെയ്തത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിലെ നിശ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ IT വിദഗ്ധർ, കോളേജ് വിദ്യാർത്ഥികൾ, ഇവർക്ക് സപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് കൊണ്ടുവന്നതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന 1-2 ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തൃശ്ശൂർ സ്വദേശിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബാംഗ്ലൂർ പോയതും ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം വാങ്ങി കേരളത്തിലേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്. കൂടാതെ എക്സൈസ് വകുപ്പ് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 14 ജില്ലകളിലും വ്യാപകമായ എക്സൈസിൻ്റെ പരിശോധനകൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എറണാകുളം ജില്ലയിൽ പരിശോധന ഒന്നുകൂടെ
തീവ്രമാക്കാനും കഠിനമാക്കാനും എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഓണം മലയാളികളുടെ പ്രത്യേക വിശേഷ ഉത്സവവും അവസരവുമാണ്. ധാരാളം മലയാളികൾ പുറത്തുനിന്നെല്ലാം നമ്മുടെ നാട്ടിൽ വന്ന് ഇത് ആഘോഷിക്കുന്നൊരു വേളയിൽ ഇത്തരം ലഹരി വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഈ ന്യൂ ജെൻ രാസലഹരിയുടെ വ്യാപനത്തിൻ്റെ നടുവിലാണ് ഓണം ഈ വർഷം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. എല്ലാ മുക്കിലും മൂലയിലും ഈ MDMA പോലുള്ള രാസലഹരികളുണ്ട്. രാസലഹരി ഇല്ലാത്ത, MDMA ഇല്ലാത്ത, ഇത്തരം മയക്കുമരുന്നില്ലാത്ത ഒരു സംശുദ്ധ ഓണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ വ്യാപകമായ റെയ്ഡുകൾ വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുമെന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഈ എൻ്റെ ജില്ലാ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ 3 സ്ട്രൈക്കിംഗ് ഫോഴ്സ് പരിശോധനകൾ ശക്തമാക്കുന്നതിന് വേണ്ടി എറണാകുളം, കൊച്ചി ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് 24 hours ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും, അതുപോലെ തന്നെ ആലുവ പെരുമ്പാവൂർ ബെൽറ്റിൽ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും, മൂവാറ്റുപുഴ കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സും, അങ്ങനെ 3 സ്ട്രൈക്കിംഗ് ഫോഴ്സും ശക്തമായ രീതിയിൽ 24 hours പരിശോധനയ്ക്ക് ഉണ്ടാവും. ഇത് കൂടാതെ റോഡ് പരിശോധനയ്ക്കായിട്ടൊരു ഹൈവേ പട്രോളിംഗ് ടീമും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ടീമുകളുടെ എല്ലാം നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ എറണാകുളത്ത് ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള സംയുക്ത പരിശോധനകളുണ്ടാവും. ഇത് കൂടാതെ ഓപ്പറേഷൻ ശുദ്ധി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്പറേഷൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കള്ള് മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോട്ടയത്ത് ഒരു കള്ള് ഷാപ്പിൽ ആഹാരം കഴിച്ച് മരിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കള്ള് ഷാപ്പുകളിൽ അംഗീകൃത ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ലൈസൻസ് നിർബന്ധമാണെന്നും നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ള ഭക്ഷണവും അതുപോലെ തന്നെ മായം കലരാത്ത നല്ല കള്ള് ഷാപ്പിൽ വിൽപ്പന നടത്താനുള്ള ഓപ്പറേഷൻ ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഗവൺമെൻറ് പുതുതായിട്ട് മയങ്ങില്ല കേരളം എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലാണ്. അതിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്ക് ബോധവൽക്കരണവും കൗൺസിലിങ്ങും ചികിത്സ മാത്രമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റീഹാബിലിറ്റേഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര ബോധവൽക്കരണ പദ്ധതിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് മയങ്ങില്ല കേരളം എന്ന പദ്ധതിയുടെ ബാനറിൽ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.